ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ LDI ആണ്. അത് VDIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള വണ്ടിയാണത്. എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡോറ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഡീസലില് 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. ടെസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇൻഷുറൻസ് ക്ലിയർ ആണ്. നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം ഒന്ന് നോക്കാം. ഇന്റീരിയർ നോക്കുമ്പോൾ ഡാഷ്ബോർഡ് ഒക്കെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ്. അതുപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഡോറിന്റെ ആ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. നല്ല റക്സോണിന്റെ അടിപൊളി മാരുതി സുസുക്കിയുടെ സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇതിന് ജെനുവിൻ കിലോമീറ്റർ നമ്മളിതാ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. 1,50,169 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഡോറിന്റെ ആ സൈഡ് ഭാഗങ്ങളിലായാലും ചളി കറ കാര്യങ്ങളൊന്നുമില്ല. ആ എക്സ്ട്രാ പവർ വിൻഡോ ഒക്കെ ഫിറ്റ് ചെയ്തതാണ്, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പാസർ സൈഡ് ആയാലും ഒരു വിധത്തിലുള്ള ഒരു കീറലോ അതുപോലെ തന്നെ കറയോ ചളിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഇഞ്ചൻ റൂം ഒന്ന് നോക്കാം. ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസും കൂടിയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. നമ്മൾ അപ്രൈസറിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ട് അപ്രൈസറിൽ അഴിച്ചുപണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിട്ടില്ല. രണ്ട് അപ്രൈസറിലും ഗുഡ് കണ്ടീഷനാണ് കാണുന്നത്. ഇപ്പൊ പമ്പറിലുള്ള ആ സീല് കാര്യങ്ങളൊക്കെ മാരുതി സുസുക്കിന്റെ അതുപോലെ തന്നെ ഉണ്ട്. ഒരു രീതിയിലുള്ള റീപ്ലേസ്മെന്റും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. വണ്ടി ഓടിക്കാൻ നല്ല നല്ല ഒരു പിക്കപ്പ് ഉള്ള ഒരു വാഹനം തന്നെയാണ്. നല്ല ലഗേജ് കാര്യങ്ങളൊക്കെ പോകുന്ന വാഹനമാണ്. ബാക്ക് സൈഡിൽ ഡിക്കിയിലായാലും ഇഞ്ച് റൂമിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. വണ്ടിയുടെ കാലപഴക്കത്തിനനുസരിച്ചുള്ള ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി പുതിയ അമറോണിന്റെ ബാറ്ററിയാണ്. ഡിക്കി സ്പേസ് കൂടുതൽ തരുന്ന ഒരു വാഹനം തന്നെയാണിത്. അവിടെയും തുരുമ്പ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. ചെറിയ രീതിയിലുള്ള കറയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് ഫ്ലോറ് കാര്യങ്ങളൊക്കെ. ഇതിന്റെ അടിയിൽ ഭാഗങ്ങളിലായാലും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഈ വണ്ടി വന്ന് നോക്കാം. പിന്നെ ടയർ ഒരു ആവറേജ് ടയറേ ഉള്ളൂ സ്റ്റെപ്പിന്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടിയുടെ ഒരു മുക്കാൽ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ അത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ടയർ ഭാഗങ്ങളൊക്കെ നല്ല കട്ട ടയറുകൾ തന്നെയാണ്. ഫ്രണ്ട് എഡ്ജിലുള്ള ടയർ പുതിയ ടയറുകൾ തന്നെയാണ് ഉള്ളത്. പിന്നെ 4 വീൽചക്രങ്ങളിലും നല്ല ഭംഗിയായിട്ടാണ് ടയറുകൾ കാണുന്നത്. ബാക്ക് സൈഡിലെ ടയറായാലും ഒരു പുതിയ ടയറുകൾ തന്നെയാണ് ഉള്ളത്. അധികം കിലോമീറ്റർ ഒന്നും ഓടാത്ത ടയറുകളാണ്. ബ്രേക്ക് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ് കൂടിയിട്ടുണ്ട്. വാഹനത്തിൽ മൊത്തത്തിൽ ഒരു ലുക്കാണ് കേട്ടോ. ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് ഒരു ഷോറൂം ഇറക്കി കൊണ്ടുവന്ന ആ ഒരു രീതിയിലാണ് ഈ വാഹനത്തിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 2 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങളെത്തൊരു ഡൗൺ പേയ്മെന്റ് ആയിട്ടൊരു 30,000 രൂപ 40,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ഇട്ടിട്ട് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ അട്ടപ്പാടി റൂട്ടിലുള്ള ഡ്രീംസ് കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. ഈ വാഹനം താല്പര്യപ്പെട്ടവർ മാത്രം വിളിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.
തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതുപോലുള്ള പുതിയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.